വാർത്തകളിലേക്ക് 2020 ഡൽഹി കലാപ ഗൂഢാലോചന കേസിലെ പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് ഡൽഹി ഹൈക്കോടതി. നിർണായകമായ തീരുമാനം പുറത്തുവരുന്നു. ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനും മറ്റ് 8 പേർക്കും ഡൽഹി ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ്. എന്തായാലും ഒരിക്കൽ കൂടി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ജിഷ്ണു, ഒരുപക്ഷെ കോടതിയുടെ നിരീക്ഷണങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രതികൾക്കെതിരായ കുറ്റം തെളിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ ഒരു ഗൂഢാലോചന കേസിൽ ഇനിയും നിരവധി ആളുകൾ പിടിയിലാകാനുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ഈ ഒരു ജാമ്യം നിഷേധിച്ചത് പോലും അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയല്ലേ? വിഷ്ണു, അന്വേഷണ സംഘത്തിന്റെ വാദം ഒരു കാരണവശാലും പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്നുള്ളതായിരുന്നു. ഈ കേസിന്റെ ഈ ഒരു ഡൽഹി കലാപത്തിന്റെ ഗൂഢാലോചന നടത്തിയവരിൽ പ്രമുഖരാണ് ഷർജിൽ ഇമാമും ഉമർ ഖാലിദും ഉൾപ്പെടെയുള്ളവർ. ഇവർക്കെതിരെയുള്ള അന്വേഷണം ഇപ്പോഴും നടക്കുന്നുണ്ട്. കൂടാതെ കേസിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് യാതൊരു കാരണവശാലും പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുത്. ഗൂഢാലോചനയിൽ പ്രമുഖരായിട്ടുള്ള പ്രതികളാണ് ഉമർ ഖാലിദും ഷർജിൽ ഇമാമും ഉൾപ്പെടെയുള്ളവർ എന്ന് അന്വേഷണ സംഘം കോടതിക്ക് മുൻപാകെ വെച്ചിരുന്നു. ആ വാദങ്ങളും തെളിവുകളും പോലീസിന്റെ റിപ്പോർട്ടുകളും അംഗീകരിച്ചുകൊണ്ടാണ് 2020 ഡൽഹി കലാപക്കേസിൽ ഷർജിൽ ഇമാമും ഉമർ ഖാലിദും ഉൾപ്പെടെയുള്ളവർക്ക് കൂടാതെ 8 പേരുടെയും ജാമ്യാപേക്ഷ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി തള്ളിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രതികൾ ജയിലിനകത്ത് തന്നെ തുടരേണ്ടി വരും. 2020 സെപ്റ്റംബറിലാണ് ഷർജിൽ ഇമാമിനെയും ഉമർ ഖാലിദിനെയും എല്ലാം തന്നെ പോലീസ് ഡൽഹി കലാപത്തിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കേസിൽ UAPA ചുമത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ കോടതിക്ക് മുൻപിലേക്ക് റിപ്പോർട്ടായി ഡൽഹി പോലീസ് എത്തിച്ചിരുന്നു. 2020 ജനുവരി ഫെബ്രുവരി മാസത്തിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള നരേഷൻ, വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണം രാജ്യത്തിനകത്തുണ്ടാവുകയും 2020 ഫെബ്രുവരിയോടുകൂടി ഡൽഹിയിൽ ഷഹീൻ ബാഗും വടക്കുകിഴക്കൻ ഡൽഹിയുടെ മേഖലയും കേന്ദ്രീകരിച്ചുകൊണ്ട് പൗരത്വ നിയമ ഭേദഗതി സമരം ആരംഭിക്കുന്നു. ആ സമരത്തിൽ വ്യാജ പ്രചരണവും അനാവശ്യമായിട്ടുള്ള വാദങ്ങളും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രസംഗം, അത് സമരവേദിയിൽ മാത്രമല്ല സർവകലാശാലകളിലും പൊതു ഇടങ്ങളിലും ഈ പൗരത്വ നിയമ ഭേദഗതിയുടെ മറവിൽ കലാപത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പ്രസംഗം നടത്തി എന്നുള്ളതാണ് ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ളവർക്ക് നേരെ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ, വീഡിയോ ദൃശ്യങ്ങൾ, മൊഴികൾ ഇവയെല്ലാം തന്നെ പോലീസ് ശേഖരിക്കുകയും ചെയ്തിരുന്നു. അതെല്ലാം നിലവിൽ കോടതിക്ക് മുൻപിലേക്കുണ്ട്. ഈ വസ്തുതകൾ കണക്കിലെടുത്തുകൊണ്ട് യാതൊരു കാരണവശാലും പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്ന ഡൽഹി പോലീസിന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ഈ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയിട്ടുള്ളത്. ഇതിനടുവിൽ രണ്ടിലധികം തവണ ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ളവർ ഇടക്കാല ജാമ്യത്തിന് ജയിലിന് പുറത്തേക്ക് വന്നിരുന്നു. നിലവിൽ ഡൽഹി ഹൈക്കോടതി ജാമ്യം നൽകാത്ത പശ്ചാത്തലത്തിൽ ഈ പ്രതികൾക്ക് ജയിലിനകത്ത് തന്നെ തുടരേണ്ടി വരും. വടക്കിഴക്കൻ ഡൽഹിയെ ചോരയിൽ മുക്കിക്കൊണ്ട് അന്ന് 60ഓളം പേരാണ്, സർക്കാർ കണക്കുകൾ പ്രകാരം 53-ലധികം പേരാണ് ഈ കലാപത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. നൂറുകണക്കിന് ആളുകൾക്ക് അവിടെ പരിക്കേറ്റു. നിരവധി പേർ വെടിയേറ്റ് മരിച്ചിരുന്നു. IB ഉദ്യോഗസ്ഥനെ അതിക്രൂരമായിരുന്നു തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഈ സമരത്തിൻ്റെ പേരിൽ കൊലപ്പെടുത്തിയിട്ടുള്ളത്. നിരവധി ഹിന്ദു ഭവനങ്ങൾ തീവച്ച് നശിപ്പിച്ചു. അതിശക്തമായിട്ടുള്ള ഒരു കലാപത്തിലേക്ക് വടക്കിഴക്കൻ ഡൽഹിയെ കൊണ്ടുപോവുക എന്ന ഉദ്ദേശമുണ്ടായിരുന്നു. പിന്നീട് സുരക്ഷാ സേനയുടെ കൃത്യമായിട്ടുള്ള ഇടപെടലായിരുന്നു ഏകദേശം 48 മണിക്കൂറോളം നീണ്ടുനിന്ന ഡൽഹി കലാപം, 2020 ഫെബ്രുവരിയിൽ നടന്നിട്ടുള്ള ഡൽഹി കലാപം അടിച്ചൊതുക്കാൻ സാധിച്ചത്. വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ട് നമ്മൾ എടുത്തു പറയുമ്പോൾ അതുതന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ സർക്കാർ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ രാജ്യം മുൻപോട്ട് വയ്ക്കുന്ന നയങ്ങളെ കണ്ണടച്ചെതിർക്കുകയും പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ അത് രാജ്യത്തിൻ്റെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ടും അനധികൃത കുടിയേറ്റക്കാരെ ഒഴിവാക്കുന്നതിനും ഒപ്പം മതപരമായിട്ടുള്ള കാരണങ്ങളാൽ വിവേചനം നേരിട്ടുകൊണ്ട് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് മതപരമായിട്ടുള്ള വിവേചനവും കൊടും ക്രൂരതയും ഏറ്റിട്ടുകൊണ്ട് രാജ്യത്തേക്ക് പലായനം ചെയ്തിട്ടുള്ള അഭയാർത്ഥികളായി എത്തിയിട്ടുള്ള ന്യൂനപക്ഷ സമുദായങ്ങൾ, അതായത് പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും എല്ലാം ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുവും പാഴ്സിയും സിഖും ഉൾപ്പെടെയുള്ളവർക്ക് രാജ്യത്ത് പൗരത്വം നൽകുന്നതിനും അതിനുള്ള വ്യവസ്ഥകൾ ഏകീകരിക്കുകയും ക്രമീകരിക്കുകയും കുറച്ചുകൂടി ലളിതമാക്കുകയും ചെയ്യുന്നതായിരുന്നു പൗരത്വ നിയമ ഭേദഗതി. എന്നാൽ അതിനു പകരം ആ പട്ടികയിൽ നിന്ന് മുസ്ലിമുകളെ ഒഴിവാക്കിയെന്നും രാജ്യത്തിനകത്തുള്ള നിലവിൽ ഭാരതത്തിൻ്റെ പൗരന്മാരായിട്ടുള്ള ഈ മണ്ണിൻ്റെ മക്കളായിട്ടുള്ള മുസ്ലിം പൗരന്മാരെ അവരുടെ പൗരത്വം നഷ്ടപ്പെടുമെന്ന വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ട് അവരെ രാജ്യത്ത് നിന്ന് പുറത്താക്കുന്നതിനുള്ള ആദ്യ പടിയാണ് പൗരത്വ നിയമ ഭേദഗതി എന്ന വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ട് വലിയ അക്രമങ്ങൾക്കും കലാപങ്ങൾക്കുമുള്ള ശ്രമം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അന്ന് നടന്നിരുന്നു. അതിന് കോൺഗ്രസും ഇടതും ഉൾപ്പെടെയുള്ള പാർട്ടികൾ രാഷ്ട്രീയ ലാഭം അല്ലെങ്കിൽ രാഷ്ട്രീയ നേട്ടം ലക്ഷ്യം വെച്ചുകൊണ്ട് ആ സമരങ്ങൾക്കും ആ വ്യാജ പ്രചാരണങ്ങൾക്കും പിന്തുണ നൽകിയിട്ടുള്ള കാഴ്ചയെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ഒരു പ്രചാരണവും സമരവുമാണ് ഒരു പരിധി വിട്ടുകൊണ്ട് ഡൽഹിയിൽ ഷഹീൻ ബാഗ് ഉൾപ്പെടെയുള്ള മേഖലയിൽ
ചോര ചിന്തുന്ന 53-ലധികം ആളുകളുടെ ജീവൻ എടുക്കുന്ന വലിയ കലാപമായി മാറിയത്. ആ കലാപത്തിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കേസിലാണ് ഈ ഉമർ ഖാലിദും ഷർജിൽ ഇമാമും ഉൾപ്പെടെയുള്ള അവരെ കൂടാതെ 8 പേരുടെയും ജാമ്യാപേക്ഷ ഹൈക്കോടതിക്ക് മുൻപിലേക്ക് എത്തിയത്. ഹൈക്കോടതി ഇന്ന് ആ കേസിൽ ഹർജിയിന്മേൽ വിധി പറഞ്ഞു. ഷർജിൽ ഇമാം, ഉമർ ഖാലിദ് കൂടാതെ മറ്റ് 8 പേരുടെയും ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ്. ആ പ്രതികൾക്ക് ജയിലിൽ തുടരേണ്ടി വരും. അന്വേഷണ സംഘത്തിന്റെ കൃത്യമായിട്ടുള്ള വാദങ്ങൾ ഈ കലാപത്തിന് കാരണം ആളുകളുടെ ജീവനെടുത്തുകൊണ്ടുള്ള കലാപത്തിന് ആഹ്വാനം ചെയ്യുകയും വ്യാജ പ്രചാരണം നടത്തുകയും ചെയ്തതിൽ ഉമ്മർ ഖാലിദും ഷർജിൽ ഇമാമും ഉൾപ്പെടെയുള്ളവർക്ക് കൃത്യമായ പങ്കുണ്ട് എന്ന് കോടതിക്ക് മുൻപിൽ തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശരി, ജിഷ്ണു ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.